ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാസ് നായകനായി നാഗാശ്വൻ സംവിധാനം ചെയ്ത് ജൂൺ 27 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ ചിത്രമാണ് കൽക്കി 2898 AD. പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലെത്തിയ സയൻസ് ഫിക്ഷൻ, വാർ, ആക്ഷൻ, ഫാന്റസി, ഡ്രാമ വിഭാഗത്തിൽ വരുന്ന കൽക്കി 2898 AD എന്ന സിനിമ ഇന്ന് 4ാം ദിവസമായ ഞായറാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ദീപിക പദുക്കോൺ, ദുൽഖർ സൽമാൻ, വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ മികച്ച താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ കേരളത്തിൽ 290 തിയേറ്ററിലായി ആദ്യ ദിവസം 400 സ്ക്രീനിലാണ് പ്രദർശനം ആരംഭിച്ചത്. ആദ്യ ദിവസം ഈ ചിത്രത്തിന്റെ പ്രീസെയിൽ കേരള കളക്ഷൻ 94 ലക്ഷം രൂപയായിരുന്നു. ആദ്യ ദിവസത്തെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 2,86 ലക്ഷം രൂപയാണ്. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കേരള സ്ക്രീൻ കൗണ്ട് 375 ആയിരുന്നു. രണ്ടാം ദിവസത്തെ ഈ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ 75 ലക്ഷം രൂപയുമായിരുന്നു. സ്ക്രീൻ കൗണ്ടിലും പ്രീസെയിൽ കളക്ഷനിലും കുറവ് വന്നുവെങ്കിലും ചിത്രത്തിന്റെ വെള്ളിയാഴ്ചയിലെ കളക്ഷനിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിരുന്നില്ല. 2,73 ലക്ഷം രൂപയാണ് ഈ ചിത്രം രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ 5,59 ലക്ഷം രൂപയാണ് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ 1,20 ലക്ഷം രൂപയാണ്. മൂന്നാം ദിവസമായ ശനിയാഴ്ച ഈ ചിത്രത്തിന്റെ കേരള സ്ക്രീൻ കൗണ്ടിലും വർധനവ് സംഭവിച്ചു. 425ലധികം സ്ക്രീനിലാണ് ശനിയാഴ്ച ഈ ചിത്രം കളിച്ചത്. മൂന്നാം ദിവസമായ ശനിയാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 3,30 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 9 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി 4ാം ദിവസവും വീക്കെൻഡും കൂടിയായ ഇന്ന് ഞായറാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ നിലവിൽ പ്രീസെയിൽ കളക്ഷനായി 1,25 ലക്ഷം രൂപ തന്നെ ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയും ഈ ചിത്രത്തിന്റെ കേരള സ്ക്രീൻ കൗണ്ടിൽ വർധനവ് സംഭവിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3.5 കോടിക്ക് മുകളിലാണ്. അപ്പോൾ ആദ്യ 4 ദിവസം കൊണ്ട് 12 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ ചിത്രം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 5 കോടി രൂപയ്ക്ക് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് വിതരണം ഏറ്റെടുത്ത ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് മറികടക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇനി കൽക്കി 2898 AD എന്ന സിനിമയുടെ ഇന്ത്യ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 130 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 191 കോടി 50 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. ഇത് സംബന്ധമായ ഔദ്യോഗികവും ആധികാരികവുമായ പോസ്റ്റർ നിർമ്മാണ കമ്പനിയായ വൈജയന്തി മൂവീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 107 കോടി രൂപയാണ് ഈ ചിത്രം ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത്. അങ്ങനെ 298 കോടി 50 ലക്ഷം രൂപയാണ് ആദ്യ 2 ദിവസം കൊണ്ട് ഈ ചിത്രം ലോകമെമ്പാടുമായി നേടിയെടുത്തത്. ഇത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്ററും ഇന്നലെ വൈജയന്തി മൂവീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഈ ചിത്രം 125-130 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അപ്പോൾ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ 400-425 കോടി റേഞ്ചിൽ ഈ ചിത്രം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 500-550 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 600 കോടി ബഡ്ജറ്റിൽ നിർമ്മാണം പൂർത്തിയായ ഈ സിനിമയുടെ ലോകമെമ്പാടുമായുള്ള തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 375 കോടി രൂപയ്ക്കാണ്. നിലവിൽ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 500-550 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പുള്ള ഈ സിനിമ അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി പിന്നിടുമ്പോൾ തന്നെ ചിത്രത്തിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് മറികടക്കും എന്ന് ഉറപ്പാണ്. ഇനി ഈ ചിത്രം 1000 കോടിയും പിന്നിട്ട് 1500 കോടി ക്ലബിൽ എത്തിച്ചേരുമോ എന്നൊക്കെ വരും ദിവസങ്ങളിലെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.